നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഷാജഹാൻ ചക്രവർത്തി മുംതാസ് ബീവിക്ക് വേണ്ടി പണികഴിപ്പിച്ച താജ്മഹലിനെ പറ്റി കേട്ടിട്ടില്ലാത്തവരുണ്ടാകില്ല. താജ്മഹൽ പണികഴിപ്പിച്ചതും ഷാജഹാൻ തന്നെ. പേർഷ്യൻ, തുർക്കിക്, സാരസൻ, യൂറോപ്യൻ, രാജപുത് ശൈലികളുടെ സമഞ്ജസമായ സമ്മേളനമാണ് താജ്മഹലിനെ വേറിട്ടതാക്കുന്നത്. കേവലമായൊരു ശവകുടീരത്തിൽ നിന്ന് കാലാതിവർത്തിയായ പ്രണയകുടീരമായി ആ വെണ്ണക്കൽ സൗധം മാറിയതും അതുകൊണ്ട് തന്നെ. 20,000 ജോലിക്കാർ 22 വർഷങ്ങൾ കൊണ്ട് തീർത്ത ബൃഹത്തായ എന്നാൽ സമഗ്രമായ അത്ഭുത സൗധം. അന്ന് 3.2 കോടിയാണ് അതിനുവേണ്ടി ചക്രവർത്തി ചെലവിട്ടത്. എന്നാൽ താജ്മഹലിൻ്റെ രാജശില്പി ആരാണ്? പേർഷ്യൻ ശില്പിയായ ഉസ്താദ് ഈസയുടെ പേരാണ് പൊതുവെ പറഞ്ഞു കേൾക്കാറുള്ളത്. പക്ഷേ തുർക്കിഷ് വംശജനായ ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ് താജിൻ്റെ പ്രധാന ശില്പിയെന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ലുത്ഫുല്ല മുഹന്ദിസ് എഴുതിയ കുറിപ്പുകൾ പറയുന്നു. ചരിത്രകാരന്മാരും ഇത് സാധൂകരിക്കുന്നു. താജ്മഹലിൻ്റെ പ്രത്യേകതകളിലൊന്ന് മാർബിളിൽ ആലേഖനം ചെയ്ത വർണ്ണക്കൽ ചിത്രങ്ങളാണ്. വെണ്ണക്കല്ലിൽ കല്ലുകൾ പതിപ്പിക്കുന്ന പെട്ര ഡ്യൂറ ശൈലി നിസ്സംശയമായും ഇറ്റാലിയനാണ്. അതിനാൽ ലാഹോറിലെ ഒരു ക്രിസ്ത്യൻ സെമിത്തേരിയിൽ ആർഭാടമില്ലാത്ത ഒരു കല്ലറയിൽ കഴിയുന്ന ജെറോണിമോ വെറോണിയോ ആണ് താജിനെ വിഭാവനം ചെയ്തത് എന്ന് ചിലർ വാദിക്കുന്നുണ്ട്. വെനീഷ്യൻ ശില്പിയായ വെറോണിയോയെ ഷാജഹാൻ്റെ കൽപ്പനയനുസരിച്ച് 1640 വധിക്കുകയായിരുന്നു എന്ന് രേഖകൾ പറയുന്നു. കുറ്റം അപൂർവ രത്നങ്ങളുടെ മോഷണം. താജ്മഹൽ പണിയാൻ ഉചിതമായ ഒരു സ്ഥലമന്വേഷിച്ച് ചക്രവർത്തി ആളുകളെ അയച്ചു. 6 മാസത്തിന് ശേഷമാണ് രാജാ ജയ്സിങ്ങിൻ്റെ പക്കലുള്ള യമുനാ തീരം പകരം സ്ഥലം കൊടുത്ത് ചക്രവർത്തി വാങ്ങിയത്. ചക്രവർത്തിയുടെ ശ്രദ്ധാപൂർവമായ നിരീക്ഷണത്തിൽ താജ്മഹലിൻ്റെ ആദ്യ രൂപരേഖ തയ്യാറാക്കിയത് അഹമ്മദ് ലാഹോറിയാണെന്നും താഴികക്കുടങ്ങൾ രൂപകൽപ്പന ചെയ്തത് പ്രശസ്ത തുർക്കിഷ് ശില്പി ഇസ്മയിൽ എഫന്തിയാണെന്നും വിശ്വസനീയമായ ചരിത്രം. തക്ഷശിലക്കാരനായ ശില്പി ഖ്വാസിം ഖാനും ലാഹോരിയെ സഹായിക്കാനെത്തി. രൂപരേഖാവിദഗ്ധനായ ഉസ്താദ് ഈസയും ലാഹോരിയും ചേർന്നാണ് താജിൻ്റെ അവസാന രേഖാചിത്രം തയ്യാറാക്കിയത്. നിരവധി കലാകാരന്മാരും കരകൗശല വിദഗ്ധരും താജിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്തു. മൊസൈക്ക് ആലേഖകനായ ദില്ലിയിലെ ചിരഞ്ജീലാൽ, ഇറാനിൽ നിന്നുള്ള കാലിഗ്രാഫർ അമാനത്ത് ഖാൻ, കല്ലുകൊത്ത് വിദഗ്ധനായ അമീർ അലി എന്ന ബലൂച്ചി, മുൾത്താനിൽ നിന്നുള്ള മാർബിൾ വിരി പണിക്കാരനായ മുഹമ്മദ് ഹനീഫ്, തേപ്പുപണി വിദഗ്ധരായ മുഹമ്മദ് ഹനീഫ്, കുമ്മദ് സയ്യിദ്, അബൂ തോറ. താജിനഭിമുഖമായി യമുനക്കപ്പുറത്ത് മറ്റൊരു കറുത്ത താജ് തനിക്കുള്ള കുടീരമായി നിർമ്മിക്കാനുള്ള ആലോചന മൂത്തപ്പോഴാണ് ഔറംഗസീബ് ഷാജഹാനെ തടവിലിട്ടതെന്ന് ഓഡ്രി ട്രഷ്കയുടെ ഔറംഗസീബ് ദ മാൻ ഓഫ് ദ മിത്ത് എന്ന ലഘുജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. സമർഖണ്ഡിൽ നിന്നുള്ള താഴികക്കുട നിർമ്മാണ വിദഗ്ധൻ മുഹമ്മദ് ഷെരീഫ് എന്നിവർ നിർമ്മാണവുമായി സഹകരിച്ചു. ഇവർക്കെല്ലാം മികച്ച പ്രതിഫലമാണ് നൽകിയിരുന്നത്. പ്രണയകുടീരമെന്നതിനുപരിയായി താൻ പണി കഴിപ്പിക്കുന്ന ശില്പം ലോകോത്തരമാവണമെന്ന് ചക്രവർത്തിക്ക് നിർബന്ധമുണ്ടായിരുന്നു. നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അദ്ദേഹം സൂക്ഷ്മമായ അവലോകനങ്ങളും അഭിപ്രായങ്ങളും നടത്തി. മാനവചേതനയിൽ അത്ഭുതമുണർത്തുന്ന കാലാനുവർത്തിയായ കലാരൂപമായി നിസ്സംശയം താജ്മഹൽ മാറും. കൊട്ടാര ചരിത്രകാരനായ മുഹമ്മദ് അമീൻ ഖ്വാസിമി രേഖപ്പെടുത്തി. അത് അക്ഷരം പ്രതി സത്യവുമായി. ലോകാത്ഭുതങ്ങളിലൊന്നായി താജ്മഹൽ നിലനിൽക്കുന്നത് നമുക്ക് കാണാം.